ദ മുഗൾസ് 16th to 17th സെഞ്ച്വറി. മധ്യകാലഘട്ടത്തിൽ വളരെ ശക്തമായൊരു സാമ്രാജ്യം മുഗളന്മാരുടേതായിരുന്നു. 16-ാം നൂറ്റാണ്ടിൻ്റെ അവസാന പകുതിയിൽ ആഗ്ര മുതൽ ഡൽഹി വരെയും 17-ാം നൂറ്റാണ്ടോടുകൂടി സാമ്രാജ്യം വിസ്തൃതമാക്കുകയും ഉപഭൂഖണ്ഡത്തിൻ്റെ മിക്കവാറും എല്ലാ ഭാഗങ്ങളും തങ്ങളുടെ അധീനതയിലാക്കുകയും ചെയ്തു മുഗളന്മാർ. മുഗളന്മാർ അവശേഷിപ്പിച്ച പൈതൃകം സമാനതകളില്ലാത്തതാണ്. ആരായിരുന്നു മുഗളന്മാർ? മുഗളന്മാർ രണ്ട് വലിയ ഭരണാധികാരികളുടെ പിൻഗാമികളായിരുന്നു. അമ്മയുടെ ഭാഗത്തു നിന്നും അവർ ചെങ്കിസ് ഖാന്റെയും പിതാവിൻ്റെ ഭാഗത്തു നിന്നും അവർ തൈമൂറിൻ്റെയും പിൻഗാമികളായിരുന്നു. ചൈനയും റഷ്യയുടെ മധ്യഭാഗവും ഭരിച്ചിരുന്ന മംഗോളിയൻ ഭരണാധികാരിയായിരുന്നു ചെങ്കിസ് ഖാൻ. 1227 അദ്ദേഹം മരണപ്പെട്ടു. ഇറാൻ, ഇറാഖ്, ആധുനിക തുർക്കി തുടങ്ങിയവയുടെ ഭരണാധികാരിയായിരുന്നു തൈമൂർ. മുഗളന്മാർ ഒരിക്കലും മുഗൾസ് അല്ലെങ്കിൽ മംഗോളീസ് എന്നുള്ള പേര് ഇഷ്ടപ്പെട്ടിരുന്നില്ല. നിരവധി പേരുടെ കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ട് ചെങ്കിസ് ഖാന്റെ ഓർമ്മകളിൽ തങ്ങൾ അറിയപ്പെടുന്നത് അവർ താല്പര്യമുണ്ടായിരുന്നില്ല. മംഗോളിയൻ എതിരാളികളായ ഉസ്ബക്സുമായും ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ അവർ ഈ പേരിനോട് താല്പര്യം കാണിച്ചിരുന്നില്ല. എന്നാൽ മറുവശം നോക്കിയാൽ തിമൂർ പാരമ്പര്യത്തിൽ അവർ അഭിമാനിച്ചിരുന്നു. 1398 അവരുടെ പൂർവികർ ഡൽഹി പിടിച്ചെടുത്തതിൽ അവർ വളരെയധികം അഭിമാനം കൊണ്ടു. മുഗളന്മാർ തങ്ങളുടെ വംശാവലിയെ തിമൂർ പാരമ്പര്യത്തോടൊപ്പം ചേർത്തു വയ്ക്കാനാണ് ശ്രമിച്ചത്. മിലിറ്ററി ക്യാമ്പയിൻ. ആദ്യത്തെ മുഗൾ ചക്രവർത്തിയായ ബാബർ 1526-1530 അദ്ദേഹത്തിൻ്റെ കാലഘട്ടം. 1494 അദ്ദേഹം 12 വയസ്സുള്ളപ്പോൾ ഫെർഖാനയുടെ സിംഹാസനം നേടി. എന്നാൽ മറ്റൊരു മംഗോളിയൻ ഗ്രൂപ്പ്സായ ഉസ്ബക്സിന്റെ അധിനിവേശം മൂലം അദ്ദേഹത്തിന് തൻ്റെ പൂർവികരെ ഉപേക്ഷിച്ചു പോകാൻ നിർബന്ധിതനായി. വർഷങ്ങളുടെ അലഞ്ഞുതിരിയലിനു ശേഷം 1504 അദ്ദേഹം കാബൂൾ പിടിച്ചെടുത്തു. 1526 ഡൽഹി സുൽത്താനായിരുന്ന ഇബ്രാഹിം ലോധിയെ ബാബർ പാനിപ്പട്ട് വെച്ച് പരാജയപ്പെടുത്തുകയും ഡൽഹിയും ആഗ്രയും പിടിച്ചെടുക്കുകയും ചെയ്തു. അതാണ് പാനിപ്പട്ട് യുദ്ധം. മുഗളന്മാരുടെ പിന്തുടർച്ച എങ്ങനെയായിരുന്നു എന്ന് നോക്കിയാൽ 2 തരം സക്സഷൻ പിന്തുടർച്ചയാണ് ഉള്ളത്. ഒന്ന് പ്രൈമോജനിച്ചറും 2 കോപ്പർസനറി. പ്രൈമോജനിച്ചർ എന്ന് പറഞ്ഞാൽ പിതാവിൻ്റെ സ്വത്ത് മൂത്ത പുത്രന് മാത്രമായി നൽകുക എന്നതാണ് പ്രൈമോജനിച്ചർ എന്നുള്ളത്. കോപ്പർസനറി എന്നുള്ളത് പുത്രന്മാർക്കെല്ലാം പിതാവിൻ്റെ സ്വത്തിൽ തുല്യാവകാശം എന്നുള്ളതാണ്. മുഗളന്മാരുടെയും തൈമൂറിൻ്റെയും പിന്തുടർച്ച കോപ്പർസനറി ആയിരുന്നു. ഇനി മുഗളന്മാർക്ക് മറ്റ് ഭരണാധികാരികളുമായിട്ടുള്ള ബന്ധം എത്തരത്തിലായിരുന്നു എന്ന് നോക്കാം. മുഗൾ ആധിപത്യത്തെ അംഗീകരിക്കാത്ത ഭരണാധികാരികൾക്കെതിരെ അവർ സൈനിക നീക്കം നടത്തിയിരുന്നു. മുഗളന്മാർ ശക്തരായ ഭരണാധികാരികളായതോടെ മറ്റു ഭരണാധികാരികൾ സ്വമേധയാ അവർക്കൊപ്പം ചേർന്നു. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് രജപുത്രന്മാർ. നിരവധി രജപുത്ര രാജാക്കന്മാർ തങ്ങളുടെ പുത്രിമാരെ മുഗൾ കുടുംബത്തിലേക്ക് വിവാഹം കഴിപ്പിച്ചയക്കുകയും ഉയർന്ന പദവികൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇതിനെ എതിർത്ത ഭരണാധികാരികളും ഉണ്ട്. മേവാറിലെ സിസോദിയ രജപുത്രർ ദീർഘകാലം മുഗളന്മാരുടെ ഭരണം അംഗീകരിക്കാൻ തയ്യാറായില്ല. ഒരിക്കൽ തോൽവി സമ്മതിച്ച ശേഷം സിസോദിയ രജപുത്രരോട് മുഗളന്മാർ മാന്യമായി പെരുമാറി. അവരുടെ ഭൂമി വാദാൻ തിരികെ നൽകി. തോൽക്കപ്പെട്ട ഭരണാധികാരികളെ അപമാനിക്കാതിരിക്കാൻ മുഗളന്മാർക്ക് സാധിച്ചു. അതുകൊണ്ട് തന്നെ പല രാജാക്കന്മാരിലും തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ മുഗൾ തലവന്മാർക്ക് സാധിച്ചു. എന്നാൽ ഈ ഒരു സന്തുലിത ബന്ധം എല്ലാ കാലത്തും നിലനിർത്താൻ ബുദ്ധിമുട്ടായിരുന്നു. മുഗൾ ചക്രവർത്തിയായിരുന്ന ജഹാംഗീറിൻ്റെ അമ്മ ആംബറിലെ രജപുത്ര രാജാവിൻ്റെ മകളായ കച്ചാവ പ്രിൻസസ് ആയിരുന്നു. ഷാജഹാന്റെ അമ്മ മാർവാറിലെ രജപുത്ര രാജാവിൻ്റെ മകളായ റാത്തോർ പ്രിൻസസും ആയിരുന്നു. ഇനി മാൻസബ്ദാർസും ജാഗിർദാർസും എന്താണെന്ന് നോക്കാം. സാമ്രാജ്യം പല പ്രദേശങ്ങളിലുമായി വികസിച്ചതോടെ മുഗൾസ് വ്യത്യസ്ത ആൾക്കാരെ അവിടേക്ക് റിക്രൂട്ട് ചെയ്തു. തുർക്കി പ്രഭുക്കന്മാരുടെ ഒരു ചെറിയ കൂട്ടായ്മയിൽ നിന്നും ഇത്തരത്തിൽ റിക്രൂട്ട് ചെയ്ത ആൾക്കാരിൽ ഇന്ത്യൻ മുസ്ലിങ്ങൾ, ഇറാനിയൻസ്, അഫ്ഗാൻ, രാജ്പുട്സ്, മറാത്താസ് തുടങ്ങിയ വേറെ ചില ഗ്രൂപ്പുകളിലേക്കും ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് വികസിച്ചു. ഇത്തരത്തിൽ
സേവനത്തിൽ ഏർപ്പെടുന്നവരെ മാൻസബ്ദാർസ് എന്ന് വിളിച്ചു. ഏതെങ്കിലും ഒരു പദവി വഹിക്കുന്ന വ്യക്തിയാണ് മാൻസബ്. ഇത് ഗ്രേഡിംഗ് സിസ്റ്റത്തിലാണ് ഉണ്ടായിരുന്നത്. 1 പദവി, 2 ശമ്പളം, 3 സൈനിക ഉത്തരവാദിത്തം. റാങ്കും സാലറിയും സത്ത് എന്നറിയപ്പെടുന്ന ഒരു സംഖ്യാമൂല്യമായാണ് കണക്ക് കൂട്ടിയിരുന്നത്. ഉയർന്ന സത്ത് അയാളുടെ അഭിമാനവും പദവിയും ശമ്പളവും ഉയർത്തിയിരുന്നു. മാൻസബ്ദാറിന്റെ സൈനിക ഉത്തരവാദിത്തം ഒരു നിശ്ചിത എണ്ണം സവാർ അല്ലെങ്കിൽ കുതിരപ്പടയാളികളെ നിലനിർത്തുക എന്നുള്ളതാണ്. കുതിരപ്പടയാളികളെ രജിസ്റ്റർ ചെയ്ത് കുതിരകളെ മുദ്ര കുത്തുകയും പിന്നീട് അവർക്ക് നൽകാനുള്ള ശമ്പളം പണമായി ലഭിക്കുകയും ചെയ്തു. മാൻസബ്ദാസിന് അവരുടെ ശമ്പളം നികുതിയുമായി ബന്ധപ്പെട്ടാണ് കിട്ടിയിരുന്നത്. ഇതിനെ ജാഗിർ എന്നാണ് വിളിച്ചത്. മാൻസബ്ദാർ അവരുടെ ജാഗിറുകളിൽ താമസിക്കുകയോ ഭരണം നടത്തുകയോ ചെയ്തിരുന്നില്ല. മാൻസബ്ദാർക്ക് അയാളുടെ അസൈൻമെന്റുകളുടെ വരുമാനത്തിന് മേലായിരുന്നു മാത്രമേ അവകാശം ഉണ്ടായിരുന്നുള്ളൂ. അയാളുടെ സേവകർ അയാൾക്കായി അത് കളക്ട് ചെയ്തു. അക്ബറിന്റെ കാലഘട്ടത്തിൽ ഇവയെല്ലാം വളരെ സുഗമമായി നടക്കുകയും ഔറംഗസീബിന്റെ കാലഘട്ടമായപ്പോഴേക്കും ഇവ തകരുകയും കർഷകർ വളരെയധികം കഷ്ടത അനുഭവിക്കുകയും ചെയ്തു. മുഗൾ ഭരണാധികാരികൾക്ക് പ്രധാനമായ വരുമാന മാർഗം കാർഷിക ഉൽപ്പന്നങ്ങളുടെ നികുതിയായിരുന്നു. ഗ്രാമീണർ പ്രാദേശിക തലവന്മാരിലൂടെയാണ് നികുതി അടച്ചിരുന്നത്. ഇടനിലക്കാർക്ക് ജമീന്ദാർ എന്നാണ് മുഗളന്മാർ വിളിച്ചിരുന്നത്. പ്രാദേശിക തലവനോ ശക്തരായ മേധാവികളോ ആരുമായിക്കോട്ടെ അവരെയെല്ലാം വിളിച്ചിരുന്നത് ജമീന്ദാർ എന്നാണ്. അക്ബറിന്റെ റവന്യൂ മന്ത്രിയായിരുന്ന തോതാൽമാർ 10 വർഷത്തെ വിളവെടുപ്പിന്റെ കണക്കെടുപ്പ് നടത്തുകയും ആ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നികുതി നിശ്ചയിക്കുകയും ചെയ്തു. ഓരോ പ്രദേശത്തിനും ഓരോ വിളകൾക്കും പ്രത്യേക നികുതി ഏർപ്പെടുത്തി. ഇതിനെ സബ്ത് എന്നാണ് വിളിച്ചത്. ഇത്തരത്തിൽ വിവരശേഖരണവും കണക്കെടുപ്പുമൊക്കെ മറ്റു പ്രദേശങ്ങളിലും സാധിച്ചിരുന്നു എങ്കിലും ഗുജറാത്തിലും ബംഗാളിലും ഇത് ഫലപ്രദമായി നടപ്പാക്കാൻ സാധിച്ചില്ല. ചില പ്രദേശങ്ങളിൽ ജമീന്ദാർമാർ ശക്തരാവുകയോ അതേ ജാതിയിൽപ്പെട്ട കർഷകരുമായി സഖ്യമുണ്ടാക്കി മുഗൾ ഭരണത്തിനെതിരെ കർഷക കലാപങ്ങൾ ഉയർത്തുകയോ ചെയ്തിരുന്നു. ഇത്തരത്തിലുള്ള കലാപങ്ങൾ 17-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടുകൂടി മുഗൾ സാമ്രാജ്യത്തിന്റെ സ്ഥിരതയെ വെല്ലുവിളിച്ചു. അക്ബേഴ്സ് പോളിസി. അക്ബർ ചക്രവർത്തിയുടെ നയങ്ങൾ എന്തൊക്കെയായിരുന്നു നോക്കാം. അബുൾ ഫസൽ എഴുതിയ അക്ബർനാമ എന്ന ഗ്രന്ഥത്തിൽ അക്ബറിന്റെ കൃതികൾ കാണാം. അക്ബർ തന്റെ ആ രാജ്യത്തെ സുബേദാർ ഭരിക്കുന്ന സുബാസ് എന്ന് വിളിക്കുന്ന പ്രവിശ്യകളായി വിഭജിച്ചു. അക്ബറിന്റെ സൈന്യങ്ങളുടെ കമാൻഡർമാർ വലിയ പ്രഭുക്കളായിരുന്നു. അവർക്ക് വലിയ അളവിൽ വരുമാനം ഉണ്ടായിരുന്നു. അക്ബർ ഫത്തേപൂർ സിക്രിയിലായിരിക്കുമ്പോൾ ഉലാമമാരും ബ്രാഹ്മണര്, റോമൻ കത്തോലിക്കർ, സൗരാഷ്ട്രീയർ, ജസ്യൂട്ട് പുരോഹിതർ തുടങ്ങിയവരുമായി ഒക്കെ മതത്തെക്കുറിച്ച് ചർച്ച ചെയ്തു. ഇബാദത്ത് ഖാനയിലായിരുന്നു ചർച്ചകൾ നടന്നത്. മതപണ്ഡിതന്മാർ മതഭ്രാന്തന്മാരെ പോലെ ആചാരങ്ങൾക്ക് പിടിവാശികൾക്കും ഊന്നൽ നൽകാറുണ്ടെന്ന് അക്ബർ തിരിച്ചറിഞ്ഞു. അത് അദ്ദേഹത്തെ സുൽ ഇ കുൽ അഥവാ സാർവത്രിക സമാധാനം എന്ന ആശയത്തിലേക്ക് നയിച്ചു. ഷാജഹാനും ജഹാംഗീറും ഈ നയം പിന്തുടർന്നു. 17-ാം നൂറ്റാണ്ടിലും അതിനുശേഷവും മുഗൾ സാമ്രാജ്യം എങ്ങനെയായിരുന്നുവെന്ന് നോക്കാം. മുഗൾ സാമ്രാജ്യത്തിന്റെ ഭരണപരവും സൈനികവുമായ കാര്യക്ഷമത വലിയ സാമ്പത്തിക വളർച്ചയിലേക്ക് നയിച്ചു. വാണിജ്യ സമൃദ്ധിയും ഉണ്ടായി. മുഗൾ ചക്രവർത്തിമാരും അവരുടെ മാൻസബ്ദാർമാരും അവരുടെ വരുമാനത്തിന്റെ വലിയൊരു വിഭാഗം ശമ്പളത്തിനായി ചെലവഴിച്ചു. സമ്പന്നരായ കർഷകരും കരകൗശല സംഘങ്ങളും വ്യാപാരികളും ബാങ്കർമാരും സാമ്പത്തിക ലാഭം നേടി. എന്നിരുന്നാലും കർഷകർ ദാരിദ്ര്യത്തിലാണ് ജീവിച്ചിരുന്നത്. 18-ാം നൂറ്റാണ്ടോടുകൂടി പല പ്രവിശ്യകളെയും സ്വാതന്ത്ര്യം പ്രാപിക്കാൻ തുടങ്ങിയെങ്കിലും മുഗളന്മാരെ യജമാനന്മാരായി കണക്കാക്കുന്നത് തുടർന്നു പോന്നു.